Praise the Lord. Hallelujah. 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 Praise to Jesus. Hallelujah. Praise the Lord. Thank you, Lord. Thank you, Lord. Thank you, Jesus. Hallelujah. Stotram. Praise the Lord. Hallelujah. Hallelujah. Glory to God. Glory to God. Glory to God. യേശുവേ അങ്ങേക്ക് സ്തോത്രമപ്പ രക്തതാഴ്ചയും യേശുവിൻ്റെ രക്തതാഴ്ച. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, റോസ് ഫാമിലിയുടെ FB പേജിൽ കർത്താവിൻ്റെ തിരുവചനം ഘോഷിക്കുവാൻ തൊക്കണം ദൈവമായ കർത്താവ് അടിയൻ ഒരുക്കി തന്ന നല്ല സന്ദർഭത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയരെ, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. 2021 ആണ്ടിൻ്റെ അവസാന മാസം, അതായത് ഡിസംബർ 1 നാം വന്നിരിക്കുകയാണ്. ഏതാനും ചില നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ നമ്മുടെ പുതുവർഷത്തിലേക്ക് നാം പ്രവേശിക്കുവാനായിട്ട്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, അതായത് ഒന്ന് നാം തിരിഞ്ഞു നോക്കിയാൽ ജനുവരി മാസം മുതൽ ഇന്ന് വരെയും ദൈവം നമ്മെ വഴി നടത്തിയ വിധങ്ങളെക്കുറിച്ച് നാം ഓർത്താൽ എങ്ങനെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാതിരിക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കഷ്ടങ്ങളിലും നഷ്ടങ്ങളിലും നമ്മുടെ ദൈവം എത്രയോ വഴികൾ നമുക്ക് കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു എന്നത് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. സമശിഷ്ടങ്ങൾ എത്രയോ പേർ മരിച്ച് മൺമറഞ്ഞ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയില്ലേ? ദൈവജനമേ, നമ്മയൊക്കെയും കർത്താവ് കാത്തു സൂക്ഷിച്ചു പരിപാലിച്ചോ? ആ ദൈവത്തിന് നമുക്ക് നന്ദി പറയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഈ മാസം മുഴുവനും നമുക്ക് സന്തോഷത്തിന്റെ ഒരു മാസമായി മാറണം. കാരണം കർത്താവിന് നന്ദി പറയുന്ന ഒരു മാസമാണിത്. ആക്ച്വലി അങ്ങനെയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സകല ഉപകാരങ്ങളെയും സകല നന്മകളെയും ഓർത്ത് നമ്മുടെ ദൈവത്തിന് നമുക്ക് നന്ദി പറയുവാനുള്ള ഒരു മാസമാണിത്, ഡിസംബർ മാസം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് ഞാൻ വചനത്തിലേക്ക് കടക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ 4 നങ്കൂരങ്ങൾ എന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സബ്ജക്റ്റാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിന് മുൻപായിട്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് എന്നോട് ചേർന്ന് ഹല്ലേലൂയ ദൈവജനമേ കണ്ണുകളെ അടയ്ക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, ഈ വൈകിയ വേളയിൽ അപ്പാ തിരുവചനവുമായി അടിയൻ കടന്നു വരുന്ന നാഥ, വചനം കേൾക്കുവാൻ അങ്ങയുടെ മക്കളെ കർത്താവ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ആര് പ്രസംഗിക്കുന്നു എന്നതല്ല, പിന്നെയോ ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം, അത് ഹല്ലേലൂയ ഓരോ ജനഹൃദയങ്ങളിലേക്ക് എത്തിപ്പെടുമ്പോൾ കർത്താവേ അവർക്കത് ഏറ്റവും അനുഗ്രഹമായി തീരണമെന്നോർത്തും പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളെ സഹായിച്ചാട്ടെ, ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ, ഞങ്ങളെ മാനിച്ചാട്ടെ. കർത്താവേ, അവിടുത്തെ സന്നിധാനത്തിലേക്ക് അടിയങ്ങളെ പൊടിയോളം താഴ്ത്തി ഏൽപ്പിക്കുന്നു നാഥ. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, റോസ് ഫാമിലിയുടെ അഡ്മിൻസ് എല്ലാവർക്കും, അതുപോലെ തന്നെ റോസ് ഫാമിലിയുടെ മെമ്പേഴ്സ് ആയിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ശ്രേഷ്ഠ ദാസന്മാർ, ദാസിമാർ, സഹോദരന്മാർ, സഹോദരിമാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും, എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് വരാറായി. നമ്മുടെ കർത്താവിന്റെ വരവിനായി നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം. വിശുദ്ധിയോടെ വേർപാടോടുകൂടി കർത്താവിന്റെ സന്നിധിയിൽ കാണപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആണ്ടവരും രക്ഷകരുമാകിയ യേശു ക്രിസ്തുവിൻ ഇണയറ്റ നാമത്തിൽ അൻപിൻ വാഴ്ത്തുதலை தெரிவித்துக் கொள்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, நம் ஆண்டவராகிய இயேசு சீக்கிரமாக வரப்போகிறார். அவருடைய வருகைக்காக நாம் ஒவ்வொருவரும் ஆயத்தமாய் இருக்க வேண்டியது மிக மிக அவசியமாக இருக்கிறது. கர்த்தருடைய பிள்ளைகளே, 2021 ஆண்டு ஹல்லேலூயா முடிய போகிறது. கடைசி நிமிடத்தில் நாம் நிற்கிறோம். ஹல்லேலூயா. கர்த்தருடைய பிள்ளைகளே, ஹல்லேலூயா. ஜனவரி மாதத்தில் இருந்தா ஹல்லேலூயா இதுவரையிலும் டிசம்பர் 1 வரையிலும் வந்து திரும்பி பார்க்கும் பொழுது அநேக பிரச்சனைகள் நாம் கண்ணு முன்னே பார்க்க முடியும். கர்த்தருடைய பிள்ளைகளே, எத்தனையோ சந்தர்ப்பங்கள் மரண இருளின் பள்ளத்தாக்கிலூടെ நாம் கடந்து சென்ற பொழுது எல்லாம் தேவனாகிய கர்த்தர் தாமே நம்மை கண்மணி போல அவர் பாதுகாத்தார். அவருக்கு நன்றி செலுத்தலாமா? எத்தனை நன்றி செலுத்துவதற்கு எத்தனை வார்த்தைகள் என்று ஹல்லேலூயா. கர்த்தருடைய பிள்ளைகளே,
இல்லை, போதாது. ஏனென்றால் தேவன் நம்மோடு கூட இருக்கிறார். பிரியமானவர்களே, அவர் நமக்குள் வசிக்கிற தேவனாக இருக்கிறார். நமக்குள் இருக்கிற தேவன் பெரியவராக இருக்கிறார். ஹல்லேலூயா. அவருடைய நாமம் உயரட்டும். ஹல்லேலூயா. உலகம் எங்கும் போய் தேவனுக்கு நாம் சாட்சி கொடுக்கிற பிள்ளைங்களாக மாற வேண்டும் என்பதை இந்த நாளில் நான் அறிவிக்கிறேன். கர்த்தருடைய பிள்ளைங்களே, ஹல்லேலூயா. புது வருடம் வரப்போகிறதற்கு சில நிமிடங்கள் மட்டும்தான் இருக்கிறது என்பதை நான் இந்த நாளில் உங்களுக்கு அறிவிக்கிறேன். ஹல்லேலூயா. கர்த்தருடைய பிள்ளைங்களே, நாம் ஆயத்தமாய் இருப்போம். கர்த்தருடைய வருகை சமீபமாய் நிற்கிறது. எந்த நேரம் எந்த வேளையும் கர்த்தருடைய கால சத்தம் கேட்கிறதான தினங்கள் உண்டு என்பதை அறிந்து கொண்டு ஹல்லேலூயா முன்பே தேவனுடைய ராஜ்யத்தையும் நீதியும் தேடுங்கள், அதோடு கூட எல்லாவற்றையும் கூடவே கொடுக்கப்படும் என்று ஆண்டவர் சொன்னார் அல்லவா. நிச்சயமாகவே அவர் நம்மோடு கூட இருக்கிறார். பிரியமானவர்களே, 2-3 பேர் எங்கிருந்தாலும் அவர் மத்தியே நான் உண்டு என்று ஆண்டவர் சொன்னார் அல்லவா. நிச்சயமாகவே அவர் நம்மோடு கூட பேசுகிறார், தேவனாக இருக்கிறார். பிரைஸ் தி லார்ட். ஹல்லேலூயா. ஆம் கர்த்தருடைய பிள்ளைகளே, வாருங்கள் தேவனை மகிமைப்படுத்துவோம். வசன தியானத்துக்குள் பிரவேசிப்போம். கர்த்தர் உங்களையும் என்னையும் ആശീർവദിപ്പാറാകെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയരേ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ 4 നങ്കൂരങ്ങൾ എന്നതിനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഇന്ന് ഈ വിഷയം ഞാൻ എടുത്തിരിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ, ദൈവമക്കളെ, ഹല്ലേലൂയ, ഈ വർഷത്തിന്റെ അവസാന നിമിഷത്തിലേക്ക് എത്തിയിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ പടി അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അളവ്, ഹല്ലേലൂയ, നാം തന്നെ ഒന്ന് ശോധന ചെയ്യുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തെ അത് ഏറ്റവും അധികം അത് നന്മകളിലേക്ക് എത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ നാം കുറവുകൾ നമ്മിൽ സംഭവിച്ചുവോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പ്രിയരെ, നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്തുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ കാണപ്പെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി വചനത്തെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നാൽ നിശ്ചയമാകവേ കർത്താവ് നിങ്ങളെ സഹായിക്കും, നിങ്ങളെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് കിടക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങളെ നമുക്കിവിടെ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങളെ നമുക്കിവിടെ വായിക്കാം. പ്രിയരെ, 14-ാം രാത്രിയായപ്പോൾ ഞാൻ ആദ്രിയക്കടലിൽ അലയുന്നേരം അർദ്ധരാത്രിയിൽ ഒരു കരയ്ക്ക് സമീപിക്കുന്നു എന്ന് കപ്പൽക്കാർക്ക് തോന്നി. അവർ ഈയമിട്ട് 20 മാറെന്ന് കണ്ടു. കുറെ അപ്പുറം പോയിട്ട് വീണ്ടും ഈയമിട്ട് 15 മാറെന്ന് കണ്ടു. പാറ സ്ഥലങ്ങളിൽ അകപ്പെടുമെന്ന് പേടിച്ച് അവർ അമരത്ത് നിന്നു 4 നങ്കൂരം ഇട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ. നിങ്ങളെ, അതായത് ഒരു വിശ്വാസ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രിയരെ ചില നങ്കൂരങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ചില അനുഭവങ്ങളിലൂടെ മാത്രമാണ് നാം കടന്നു പോകുന്നത് എന്നത് നാം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഹല്ലേലൂയ പൗലോസ് യാത്ര ചെയ്തു വരുന്ന കപ്പൽ മുങ്ങുമാറായി. എന്നാൽ ഹല്ലേലൂയ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? 4 നങ്കൂരങ്ങളിട്ട് ഹല്ലേലൂയ പ്രിയരെ ഈ കപ്പലിനെ ഉറപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവജന ഹല്ലേലൂയ. ജീവിതം ഒരു കപ്പൽ യാത്രയ്ക്ക് തുല്യമാണ്. ഹല്ലേലൂയ. ജീവിതം ഒരു കപ്പൽ യാത്രയ്ക്ക് തുല്യമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, യാത്ര തുടരുകയാണ്. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ കപ്പിത്താൻ എന്താ ചെയ്യുന്നറിയാമോ? 4 നങ്കൂരങ്ങൾ ഇട്ട് സുരക്ഷിതമാക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഏത് നേരത്തും ഈശാന മൂലൻ അഥവാ കാറ്റ്, പെരുങ്കാറ്റ് അടിക്കുവാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, ഏത് നേരത്തും ഈശാന മൂലൻ അഥവാ പെരുങ്കാറ്റടിച്ച് കപ്പലിനെ ഛേദം ചെയ്യുവാനായിട്ട് സാധ്യതയുണ്ട് എന്നത് നാം അറിഞ്ഞുകൊള്ളണം. അതിന്റെ 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസിനെ തടവുകാരോടുകൂടി കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ. ദൈവിക ദർശനം പ്രാപിച്ച പൗലോസ് പ്രാർത്ഥിച്ചപ്പോൾ തനിക്ക് വെളിപ്പെട്ടത് എന്താണെന്ന് അറിയാമോ? യാത്ര സുഖകരമല്ല എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാത്ര സുഖകരമല്ല എന്ന് പ്രൈസ് ദി ലോർഡ് ദൈവം പൗലോസിനെ വെളിപ്പെടുത്തുകയാണ്. 27-ന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരും എന്ന് കാണുന്നു.
ഹല്ലേലൂയ. പ്രിയരെ, ഇവിടെ ശതാധിപൻ വിശ്വസിച്ചത് കപ്പൽ ഉടമയുടെയും കപ്പിത്താന്റെയും വാക്കുകളിലൂടെയാണ്. അത് നാം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പൗലോസ് താൻ കണ്ട ദർശനത്തിൽ നിമിത്തമായി താൻ പറയുകയാണ് യാത്ര സുഖകരമല്ല എന്ന് പറയുമ്പോഴും ഇവിടെ കപ്പിത്താനും കപ്പൽ ഉടമയും വിശ്വസിച്ചത് എന്താണെന്ന് അറിയാമോ പ്രിയ ദൈവജനമേ? ഹല്ലേലൂയ. ഇവിടെ അതായത് കപ്പിത്താന്റെയും കപ്പലുടമയുടെ വാക്കുകൾ, പ്രൈസ് ദി ലോർഡ്, ഇവിടെ ശതാധിപൻ വിശ്വസിക്കുക. എന്നാൽ ദർശനം പ്രാപിച്ച പൗലോസിന്റെ ആ വാക്കുകളിലല്ല അവർ വിശ്വസിച്ചതെന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. ഇന്ന് അനേകരും ഇങ്ങനെയൊക്കെയാ. പ്രൈസ് ദി ലോർഡ്. ദൈവിക ആലോചനയ്ക്ക് കീഴ്പ്പെടുന്ന കാര്യം വളരെ കഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആലോചനകൾ അത് പ്രിയപ്പെട്ടവരെ അത് കൈക്കൊള്ളുകയല്ല. എന്നിട്ട് അവിടെയും ഇവിടെയൊക്കെ ആയി ഓടി നടക്കുന്ന പല പ്രിയപ്പെട്ടവരെ കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഈശാന മൂലൻ അഥവാ കാറ്റടിച്ച് കപ്പൽ മുങ്ങി. ഹല്ലേലൂയ. ഒരു കാര്യം പറയട്ടെ, 276 യാത്രക്കാർ അതിലുണ്ട്. അവരെല്ലാം ഭയന്ന് നടുങ്ങുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ പൗലോസ് മാത്രം ഭയപ്പെടുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്താണെന്ന് അറിയാമോ പ്രിയ ദൈവജനമേ? ഒരു കാര്യം പറയട്ടെ, പ്രാർത്ഥന ജീവിതമുള്ള ദൈവ പൈതലേ, ഹല്ലേലൂയ, പ്രശ്നങ്ങളെ കാണുമ്പോൾ അധൈര്യപ്പെടുന്ന ഒരു ജീവിതമല്ല നമ്മുടേത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കഷ്ടതയുടെ അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യം വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും ഭയപ്പെടുകയില്ല. ഒരു ദൈവ പൈതലിന്റെ ഉറപ്പേറിയ വിശ്വാസമാണിത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓളങ്ങളും തിരമാലകളും പോലെ പ്രശ്നങ്ങൾ അലയടിച്ചുയരുമ്പോഴും ദൈവ പൈതലേ, നീ അധൈര്യപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ഒന്ന് തീർന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനോട് വിടുതൽ കാണുമ്പോഴായിരിക്കും ചിന്തിക്കുന്നത്, എന്റെ പ്രശ്നം തീർന്നു, എനിക്ക് സമാധാനമായി എന്ന് നീ ചിന്തിച്ച് നീ ഒരു വലിയ ശ്വാസമൊക്കെ വിട്ട് നീ നേരെ നിൽക്കുമ്പോഴാ അടുത്ത പ്രശ്നം നിന്റെ മുൻപിൽ കാണുന്നത്. ഇങ്ങനെ തന്നെയാ പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഒരു വിശ്വാസിയുടെ ജീവിതം ഇങ്ങനെയാ. അതുകൊണ്ട് കഷ്ടത നിറഞ്ഞൊരു അനുഭവത്തിലൂടെയാ ദൈവം നമ്മെ കടത്തിവിടുന്നത്. ശോധനകളെ കണ്ട്, കഷ്ടങ്ങളെ കണ്ട് അധൈര്യപ്പെട്ടു പോകാതെ, തളർന്നു പോകാതെ, സ്നേഹിത സഹോദരി, നീ കർത്താവിനെ മുറുകെ പിടിച്ചുകൊള്ളണം. വിശ്വാസമാകുന്ന പടകിൽ ഹല്ലേലൂയ ഈശാന മൂലൻ അഥവാ കാറ്റ് പെരുങ്കാറ്റടിക്കുവാൻ സാധ്യതയുണ്ട് എന്നത് നാം അറിഞ്ഞുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് 14 ദിവസം യാത്രക്കാർ പട്ടിണിയായി എന്നാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. 14 ദിവസം യാത്രക്കാർ പട്ടിണിയായി. എന്നാൽ പൗലോസ് മാത്രം പട്ടിണിയായില്ല. എന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണെന്നറിയാമോ പ്രിയരെ? ഹല്ലേലൂയ. വചനമെന്ന ആത്മീക ഭക്ഷണം ഭക്ഷിച്ച് പൗലോസ് ശക്തനായി എന്നാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് 27ന്റെ 44ാമത്തെ വാക്യം വായിക്കുമ്പോൾ എല്ലാവരും കരയിൽ എത്തി രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. രക്ഷപ്പെടുവാൻ ഒരു പലക കഷണം അവർക്ക് കിട്ടി. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഒരു വിശ്വാസിക്ക് പലപ്പോഴും ഈശാന മൂലൻ അഥവാ കാറ്റ്, പെരുങ്കാറ്റ് തന്റെ ജീവിതത്തെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് വേണം നീ മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ 4 നങ്കൂരമിട്ട് കപ്പലിനെ സുരക്ഷിതമാക്കിയതുപോലെ ദൈവജനമേ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ 4 നങ്കൂരങ്ങൾ ഇട്ടാൽ പ്രൈസ് ദി ലോർഡ് വിശ്വാസ യാത്രയിൽ മുങ്ങിപ്പോകാതെ രക്ഷപ്പെടുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ 4 നങ്കൂരങ്ങൾ എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ആധികാരികമായി നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. അതിന് മുൻപായി ഒരു പഴയ ഒരു ഗാനത്തിന്റെ ചില അടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കും എന്നോട് ചേർന്ന് ഈ പഴയ പാട്ട് ഹല്ലേലൂയ പാടുവാൻ കഴിയും. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസക്കപ്പൽ താഴുമോ ഈ ഉലകിൽ ഈശാന മൂലനേറുന്നേ. വിശ്വാസക്കപ്പൽ താഴുമോ ഈ ഉലകിൽ ഈശാന മൂലനേറുന്നേ. ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും
വിശ്വാസ നായക പ്രിയ. ലോകത്തിലേകയാശ്രയം എൻ യേശു മാത്രം. ശോകങ്ങളേറി വന്നാലും ലോകത്തിലേകയാശ്രയം എൻ യേശു മാത്രം. ശോകങ്ങളേറി വന്നാലും വിൻശക്തി കാഴ്ച ശബ്ദങ്ങൾ ഏറെ വേണം വിശ്വാസപ്പോരിൽ നിൽക്കുവാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, പഴയ പാട്ട് എനിക്ക് അറിയത്തില്ല, എങ്കിലും ഒരു പ്രാവശ്യം കൂടി ഞാൻ അതൊന്ന് ട്രൈ ചെയ്തോട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിൻ ശക്തി കാഴ്ച ശബ്ദങ്ങൾ ഏറെ വേണം വിശ്വാസപ്പോരിൽ നിൽക്കുവാൻ. പത്മോസിൽ എത്ര നാൾ ഞാൻ ഏകനായി പാർക്കണം വിശ്വാസത്യാഗമില്ലാതെ. ലോകത്തിലേകയാശ്രയം എൻ യേശു മാത്രം. ശോകങ്ങളേറി വന്നാലും ലോകത്തിലേകയാശ്രയം എൻ യേശു മാത്രം. ശോകങ്ങളേറി വന്നാലും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, വിശ്വാസമാകുന്ന യാത്രയിൽ നമ്മുടെ സ്നേഹിതരുണ്ടാവും, നമ്മുടെ കൂടെ പിറന്നവരുണ്ടാവും, സഹോദരങ്ങൾ, മിത്രങ്ങൾ, ബന്ധുമിത്രാദികൾ ഒക്കെ ഉണ്ടാവും. പക്ഷേ ഹല്ലേലൂയ, ആരെല്ലാം നമ്മെ ദ്വേഷിച്ചാലും, ആരെല്ലാം നമ്മെ തള്ളി പറഞ്ഞാലും, സ്നേഹിത, നമ്മെ കൈവിടാതെ നമ്മെ ഹല്ലേലൂയ നമ്മളോട് കർത്താവിന്റെ മാർവോട് ചേർത്ത് നിർത്തുന്ന ഒരു സന്ദർഭം നമ്മുടെ കർത്താവിന്റെ മുൻപിലുണ്ട്. കർത്താവ് നമ്മെ കൈവിടുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ആ ലൈനുകൾ 1-2 ലൈൻ കൂടെ പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറ്റവരായിരുന്നവർ ദർശിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതർ. ഉറ്റവരായിരുന്നവർ ദർശിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതർ. ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും വിൻശക്തിയാൽ നിത്യവും. ലോകത്തിലേകയാശ്രയം എൻ യേശു മാത്രം. ശോകങ്ങളേറി വന്നാലും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, തമിഴ് ഗാനങ്ങൾ പാടി 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 മലയാളം സോങ് എനിക്ക് അത്ര അറിയത്തില്ലെങ്കിലും ചില അടികളൊക്കെയും ചില പാട്ടിൻ്റെ ചില ലൈനുകൾ നമ്മുടെ ആത്മീക ജീവിതത്തെ ഏറ്റവും അധികം കർത്താവിലേക്ക് നമ്മളെ ഏറ്റവും അധികം ആകർഷിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, വിശ്വാസമാകുന്ന പടകിൽ നിയന്ത്രിക്കുന്ന നമ്മുടെ കർത്താവാണ്, അത് മറന്നു പോകരുത്. പ്രിയമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ. നമുക്ക് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ 4 നങ്കൂരങ്ങളെ കുറിച്ചാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശ എന്ന നങ്കൂരം. ഹല്ലേലൂയ. എബ്രായലേഖനം 6-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരശേലയ്ക്കകത്തേക്ക് കടക്കുന്നതുമായി ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമായി കാണുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, എന്താണ് പ്രത്യാശ? പ്രത്യാശ എന്ന് പറയുമ്പോൾ ആശയും പ്രതീക്ഷയും ഒരുവിധമായി പോകുമ്പോൾ മനസ്സ് പതറിപ്പോകാതെ പ്രിയരെ ഉറച്ചു നിൽക്കുന്ന ആ അവസ്ഥയാണ്, അതാണ് പ്രത്യാശ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ലോകമാകുന്ന സമുദ്രത്തിലെ അനർത്ഥങ്ങൾ എന്ന വിശ്വാസ കപ്പലിനെ പലപ്പോഴും പ്രത്യാശ എന്ന നങ്കൂരമിട്ട് ഉറപ്പിക്കുവാൻ ഹല്ലേലൂയ നമുക്ക് കഴിയണം. പ്രിയരെ, ഹല്ലേലൂയ. അതാണ് ഒരു ദൈവ പൈതലിന്റെ പ്രത്യാശ എന്നത്, ഉറപ്പേറിയ പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, കർത്താവ് തന്നെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ രാജാതി രാജാവായി വരാൻ പോകുന്നു. കർത്താവ് ഒരു സ്ഥലത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആ സ്ഥലത്തിലേക്ക്, പ്രൈസ് ദി ലോർഡ്, ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ് ഒരു ദൈവ പൈതലിന്റെ ഏക പ്രത്യാശ. ഹല്ലേലൂയ. ഏത് നേരവും എപ്പോൾ വേണമെങ്കിലും കാഹളത്തിന്റെ ധ്വനി കേൾക്കുവാനായി സാധിക്കും എന്നത് അറിഞ്ഞുകൊണ്ട് ദൈവ പൈതലെ നാം എന്താണ് ചെയ്യേണ്ടത്? പ്രൈസ് ദി ലോർഡ്. നമ്മിലുള്ള പ്രത്യാശയെ, നമ്മിലുള്ള ആ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രൈസ് ദി ലോർഡ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
ഹല്ലേലൂയ. പ്രിയരെ, ആശ എന്ന് പറയുമ്പോൾ ആശ നമ്മെ ആത്മീക സംതൃപ്തിയിലേക്കാണ് എത്തിക്കുന്നത്. ഇവിടെ പൗലോസിനെ താങ്ങി നിർത്തിയത് എന്താണെന്നറിയാമോ? പ്രത്യാശയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താൻ വന്ന വാഹനത്തില് പ്രൈസ് ദി ലോർഡ് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ എല്ലാവരും ഭയന്ന് നടുങ്ങിയ സന്ദർഭം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അർദ്ധരാത്രിയിലുണ്ടായ സംഭവമല്ലേ. എന്നാൽ ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. പ്രത്യാശയാണ് പൗലോസിനെ നിർത്തിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, 1 പത്രോസ് 1:3 വാക്യം വായിക്കുമ്പോൾ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി വീണ്ടും ജനിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കഷ്ടത സഹിഷ്ണുതയും സിദ്ധതയെയും ഹല്ലേലൂയ സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് വചനം വ്യക്തതയോടുകൂടി വിളിച്ചറിയിക്കുന്നു. പ്രിയരെ, വിശുദ്ധ ബൈബിൾ നാം പരിശോധിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് പ്രത്യാശയ്ക്കായി ചിലർ കാത്തിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ചില ഭക്തന്മാരുടെ ജീവിതം പ്രൈസ് ദി ലോർഡ് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ചില വ്യക്തികളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, ഹല്ലേലൂയ, പ്രത്യാശയോടുകൂടി കാത്തിരുന്ന വ്യക്തികളിൽ ഒരുവനാണ് അരിമത്തിയയിലെ ജോസഫ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താൻ എന്തിനു വേണ്ടി കാത്തിരുന്നു എന്ന് ചോദിച്ചാൽ കർത്താവിന്റെ രാജ്യത്തിനായി കാത്തിരുന്ന വ്യക്തിയാണ് അരിമത്തിയയിലെ ജോസഫ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, ഇസ്രായേലിലെ സമാധാനത്തിനായി കാത്തിരുന്ന ഒരു വ്യക്തിയാണ് ശിമോൻ എന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെയും നാം പഠിക്കുമ്പോൾ ഹന്നാ പ്രവാചകി കാത്തിരുന്നത് യെരുശലേമിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, യേശുവിനായി കാത്തിരുന്ന ഒരു വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, അബ്രഹാം എന്തിനു വേണ്ടി കാത്തിരുന്നു എന്ന് ചോദിച്ചാൽ കർത്താവിന് വേണ്ടി കാത്തിരുന്ന ഒരു വ്യക്തിയാണ് അബ്രഹാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, ഇസ്രായേൽ ഗോത്രം മുഴുവനായി കാത്തിരുന്നത് പ്രൈസ് ദി ലോർഡ് വാഗ്ദത്തത്തിനായി കാത്തിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, മാത്രമല്ല ഹല്ലേലൂയ പ്രിയരെ, നമ്മുടെ പ്രത്യാശ എന്താണെന്നറിയാമോ? നാം എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നത്? ഹല്ലേലൂയ. യേശുക്രിസ്തു വീണ്ടും വരുന്നു. രാജാതി രാജാവായി നമ്മുടെ കർത്താവ് വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസമുള്ള ദൈവമക്കൾ ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. നാം കാത്തിരിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടിയാ. നാം കാത്തിരിക്കുന്നത് ആ കാഹളത്തിന്റെ ധ്വനി കേൾക്കുന്ന നിമിഷങ്ങൾ അതേ പ്രിയപ്പെട്ടവരെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ട് എന്നത് അറിഞ്ഞുകൊണ്ട് നാം ഓരോരുത്തരും കാത്തിരിക്കുന്നത് അവന്റെ വരവിനായി. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശയുള്ള ദൈവമക്കളായി തീരണമേ എന്ന് നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യാം. ഇതിലൊരു കാര്യം നിങ്ങളോട് ഞാൻ പറയട്ടെ. വിശ്വാസമാകുന്ന നങ്കൂരത്തിൽ പ്രൈസ് ദി ലോർഡ് പ്രത്യാശയിൽ ഏതെങ്കിലും വിധത്തിൽ കുറവ് സംഭവിച്ചുവോ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ സ്നേഹിത, നിങ്ങൾ വിശ്വാസമാകുന്ന പടകിൽ നിന്ന് തള്ളപ്പെട്ടു പോകും, തകർന്നു പോകും എന്നത് നിങ്ങൾ മറന്നു പോകരുത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ആകയാൽ നമ്മുടെ വിശ്വാസം അതേ പ്രിയപ്പെട്ടവരെ വർദ്ധിപ്പിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. രണ്ടാമതായിട്ട് സ്നേഹം എന്ന നങ്കൂരത്തെ കുറിച്ച് പറയുവാൻ പോകുന്നത്. സ്നേഹം. പ്രൈസ് ദി ലോർഡ്. സ്നേഹം എന്ന നങ്കൂരം. പ്രിയരെ, 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എങ്ങനെ കാണുന്നു? സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ഇന്ന് അനേകരിലും ഇല്ലാത്ത ഒരു സ്വഭാവമാ സ്നേഹിക്കാൻ അറിയാതെ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തിനേറെ പറയണം, സ്വന്തം സഹോദരങ്ങളെ പോലും തിരിച്ചറിയാത്ത കാലമായി ഇതാ. പ്രൈസ് ദി ലോർഡ്. മക്കൾക്ക് അപ്പനോട് അമ്മയോട് സ്നേഹമില്ല, അപ്പനും അമ്മയ്ക്കും മക്കളോട് സ്നേഹമില്ല. അതുപോലെ തന്നെ ഭാര്യമാരോട് സ്നേഹമില്ലാത്ത ഭർത്താക്കന്മാർ, ഭർത്താവിനോട് സ്നേഹമില്ലാത്ത ഭാര്യമാർ. ഇവിടെ സ്നേഹമില്ലെങ്കിൽ പിന്നെ അരുമനാഥനോട് എങ്ങനെ സ്നേഹം ഉണ്ടാകും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, നാം ഓരോരുത്തരും സ്നേഹം എന്താണെന്ന് രുചിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു. സ്നേഹത്തിൻ
ഭയമില്ല. പ്രൈസ് ദി ലോർഡ്. സ്നേഹത്തിൽ ഭയമില്ല പ്രിയരെ. അതുപോലെ തന്നെ ഹല്ലേലൂയ, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു എന്നാണ് വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവൻ അല്ല. ഗ്ലോറി ടു ഗോഡ്. അനേകരിലും സാത്താൻ സ്നേഹ ബന്ധങ്ങളെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ തെറ്റിക്കുക. ഇന്നേക്ക് അനേക ഇടങ്ങളിൽ അനേക കുടുംബ ജീവിതത്തിൽ ചിത്രിപ്പുണ്ടാക്കുന്നു. അനേക ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. സഹോദരന്മാർക്കിടയിൽ, സഹോദരിമാർക്കിടയിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഇന്നേക്ക് അനേക ഇടങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. സ്നേഹമില്ലായ്മ. ഇത് ആര് കൊണ്ടുവരുന്നതാണെന്ന് അറിയാമോ? പിശാചാണവൻ വല വിരിച്ചിരിക്കുക. എങ്ങനെയെങ്കിലും അവന്റെ വലയിൽ ഒരുവനെയെങ്കിലും അകപ്പെടുത്തുവാൻ കഴിയുമോ എന്ന് അവൻ അശ്രാന്തം പരിശ്രമിച്ചു വരിക. സ്നേഹിത, നിന്നിൽ ദൈവിക സ്നേഹമുണ്ടോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരെ സ്നേഹിക്കണം, മറ്റുള്ളവരെ മാനിക്കണം, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കരുത്, മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്. ഇതാണ് സ്നേഹം. നമ്മുടെ കർത്താവ് അതാണ് പഠിപ്പിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിന് അറിയാവുന്ന ഒരേ ഒരു സ്വഭാവം എന്താണെന്ന് അറിയാമോ? മറ്റുള്ളവരെ സ്നേഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ വൈക്യവേളയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, എത്ര പേർക്ക് ഹല്ലേലൂയ നമ്മുടെ സ്വന്തം സഹോദരങ്ങളെ, മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ കഴിയുന്നു? അത് എന്തിനേറെ പറയണം, നമ്മുടെ ആത്മീക സ്നേഹിതരെയാകും എങ്കിലും സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ? രണ്ട് സഹോദരങ്ങൾ തമ്മിൽ കണ്ടാൽ കരം കൊടുത്ത് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പറയുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ആലയത്തിനുള്ളിൽ കടന്നു പോയാലും അവിടെയും പ്രശ്നമാ. ഇറങ്ങിട്ട് നോക്കും നമ്മുടെ അടുത്തിരിക്കുന്നത് ആരാണെന്ന്. നമുക്ക് ഇഷ്ടമുള്ള ആളാണെങ്കിൽ ഓ പ്രൈസ് ദി ലോർഡ് എത്ര നീട്ടിയാ പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് നമ്മുടെ അരികിൽ ഇരിക്കുന്നതെങ്കിൽ പ്രൈസ് ദി ലോർഡ് അന്ന് അഭിഷേകത്തിന്റെ ശക്തിയെ കണ്ണ് തുറക്കത്തില്ല. കണ്ണ് തുറന്നെങ്കിൽ വേണ്ടേ പ്രൈസ് ദി ലോർഡ് പറയാൻ. ഇന്നത്തെ ലോകം അത്രമാത്രം ആതപ്പതിച്ച് കഴിഞ്ഞിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത് എന്താ? സ്നേഹം. പ്രൈസ് ദി ലോർഡ്. സ്നേഹിക്കാനാ കർത്താവ് പറഞ്ഞത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ ഒരു ധീര വനിതയെ കുറിച്ച് നമുക്കറിയാം, മദർ തെരേസ. നമുക്കറിയാം എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ കുഷ്ഠരോഗികളുടെ ഒക്കെ ഇടയിൽ കടന്നുപോയി ശുശ്രൂഷ ചെയ്യുന്നത് നാം കേട്ടിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. കുഷ്ഠരോഗികൾക്ക് അവർക്കും അവരുടെ മുറിവുകളൊക്കെ വെച്ച് കെട്ടി ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അവരുടെ കണ്ണീര് തുടച്ചു മാറ്റി അവർ ശുശ്രൂഷ ചെയ്തിട്ടില്ലേ എന്റെ സ്നേഹിതരെ? അതാണ് മദർ തെരേസ. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഗ്രഹാം സ്റ്റെയിൻ ഒറീസയിൽ സുവിശേഷം പ്രചരിപ്പിച്ചില്ലേ? ഹല്ലേലൂയ. എന്താ സംഭവിച്ചത്? അവസാന ഘട്ടത്തിൽ വന്നപ്പോൾ തനിക്ക് ചില ശത്രുക്കൾ എന്താ ചെയ്തത്? തന്നെ തീയിൽ ചുട്ടുകളയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്നേഹിതരെ, ഹല്ലേലൂയ ആത്മീക കോളത്തിൽ ഇത്രമാത്രം എതിർപ്പുകളും പ്രശ്നങ്ങളുമാണെന്നുള്ളത് നാം അറിഞ്ഞുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, നാം ഒരു കാരണവശാലും നമ്മുടെ സ്നേഹിതരെ വെറുത്തോ അവരെ വേദനിപ്പിക്കുകയോ മുറിവേൽപ്പിക്കുകയോ ചെയ്യരുതേ എന്ന് ദൈവനാമത്തിൽ ഉറപ്പിക്കുക. ഹല്ലേലൂയ. ഈ മാസത്തിന്റെ ആരംഭ ദിവസം തന്നെ ഒരു നല്ല തീരുമാനമെടുക്കണം. ഡിസംബർ മാസത്തിൽ ഹല്ലേലൂയ ദൈവത്തിന് നന്ദി പറയുവാനുള്ള മാസമായത്. ഹല്ലേലൂയ കർത്താവ് ചെയ്ത സകല നന്മകളെയും ഓർത്ത് നാം ദൈവത്തിന് നന്ദി പറയണം പ്രിയരെ. അങ്ങനെയെങ്കിൽ എന്റെ കർത്താവിന്റെ സ്വഭാവം ധരിച്ചവരായി നാം തീരണ്ടേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. ഇല്ല എങ്കിൽ എന്താ സംഭവിക്കുന്ന അറിയാമോ? പ്രൈസ് ദി ലോർഡ്. വിശ്വാസ കപ്പലിൽ ഹല്ലേലൂയ ഒരു നങ്കൂരത്തിന്റെ കുറവ് സംഭവിക്കും എന്നത് നാം ഓർത്തുകൊള്ളേണം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസമാകുന്ന അതായത് വിശ്വാസ പടകിൽ നാം 4 നങ്കൂരം ഇട്ടിരിക്കുക. അതിലൊന്ന് പ്രത്യാശ എന്ന നങ്കൂരം. രണ്ടാമതായിട്ട് നാം ചിന്തിച്ചത് പ്രൈസ് ദി ലോർഡ് സ്നേഹം എന്ന നങ്കൂരമാ. ഈ 2 നങ്കൂരത്തിൽ കുറവ് സംഭവിക്കരുത്. അതോ കുറവ് സംഭവിച്ചുവോ? നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുക ദൈവ പൈതലേ. അങ്ങനെ കുറവ് സംഭവിച്ചു എന്ന് തോന്നിയാൽ പ്രൈസ് ദി ലോർഡ് അതെല്ലാം നികത്തി ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കർത്താവേ എന്നോട് അങ്ങ് ക്ഷമിക്കണമേ എന്ന് ഇന്ന് പകൽക്കാലം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സഹോദരങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറയുവാൻ നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥന എന്ന നങ്കൂരമാണ്. പ്രാർത്ഥന എന്ന നങ്കൂരത്തെ കുറിച്ചാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനം 34 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥന ഇല്ലാത്ത ജീവിതം
എങ്ങനെയാണെന്നറിയാമോ? മേൽക്കൂരയില്ലാത്ത ഒരു ഭവനം പോലെയാ. വീടെല്ലാം കെട്ടി 4 സൈഡും കെട്ടി തീർത്തു, പണി കഴിഞ്ഞു. പക്ഷേ ആ ഭവനത്തിന് മേൽക്കൂരയില്ല എങ്കിൽ എങ്ങനെ ഇരിക്കും? അത് തന്നെയാ പ്രാർത്ഥനയില്ലാത്ത ജീവിതം, ചത്തതിന് തുല്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവജനമേ, സഹോദരങ്ങളെ, എത്ര വീട്ടിൽ പ്രാർത്ഥന എന്ന മതിൽ കെട്ടിയിട്ടുണ്ട്. കുടുംബമായി ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? സ്നേഹിതരെ, സഹോദരിമാരെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സന്ധ്യയാകുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഫോണും എടുത്തുകൊണ്ട് അവിടെ ഇവിടെ ഓരോ മുക്കിലും മൂലയിലും മാറിയിരിക്കുക. ഹല്ലേലൂയ. ഇന്നൊക്കെ എത്രയോ കുടുംബങ്ങളിൽ കാണുന്നതാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക്, എത്ര കുടുംബങ്ങളിൽ സന്ധ്യ പ്രാർത്ഥനയുണ്ട്, പ്രഭാത പ്രാർത്ഥനയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന മതിൽ കെട്ടിയിട്ടുണ്ടോ? ഈശാന മൂലൻ നിന്നെ അടിച്ചാലും നീ തകർന്നു പോകുകയില്ല. നീ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നിന്റെ കപ്പൽ തകർന്നു പോകുകയില്ല. ആ കപ്പൽ യാതൊരുവിധ ഛേദവും സംഭവിക്കുകയില്ല എന്നത് മറന്നു പോകരുത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ദൈവ പൈതലേ, പ്രാർത്ഥന നിനക്ക് സങ്കേതമാണ്, പ്രാർത്ഥന നിനക്ക് കോട്ടയാണ്, പ്രാർത്ഥന നിനക്ക് ബലമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഏത് വിധത്തിൽ വരും കാറ്റ് വന്നാലും, ഹല്ലേലൂയ, എങ്ങനെയൊക്കെ ഈശാനമൂലന വന്നാലും നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ദൈവത്തിന്റെ വചനം നിന്നെ ഉറപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോട് ജാഗരിപ്പീൻ. നാം കരഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവജനമേ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ദേശത്തിനായി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ദേശം അനുഗ്രഹം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. എത്രയോ അനേക ആയിരങ്ങൾ ഇന്നും യേശുവിനെ അറിയാത്തവരുണ്ട്. ദൈവജനമേ, ഈ വിശ്വാസമാകുന്ന യാത്രയിൽ, ഈ പടകിൽ കയറാത്തവർ എത്രയോ പേർ വെളിയിൽ യാത്ര ചെയ്യുന്നു. അവർക്ക് ഈ പടകിൽ യേശു കർത്താവ് ഉണ്ട് എന്നത് അറിയാൻ കഴിയുന്നില്ല. സ്നേഹിത, കർത്താവ് എന്താ പറയുന്ന വചനം? എന്താ പറയുന്നത്? ലോകമെങ്ങും പോയി എന്റെ സാക്ഷിയാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര പേർക്ക് അങ്ങനെ കഴിയുന്നു? എത്ര പേർക്ക് സുവിശേഷം പറയുവാൻ കഴിയുന്നു? സുവിശേഷം പറയുന്നത് ഒരു ലജ്ജയായി തോന്നുന്ന പലരെയും കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്നേഹിതരെ, ഹല്ലേലൂയ, കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളെ ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയിൽ ജാഗരിക്കണം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പ്രിയരെ, അനേക പ്രാർത്ഥന വീരന്മാരുടെ ഒരു പട്ടിക തന്നെ വിശുദ്ധ വേദപുസ്തകം വെളിച്ചറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം, ഹന്ന, ദാനിയേൽ, നെഹമ്യാവ്, ദാവീദ്, ഏലിയാവ്, ഇങ്ങനെ തുടങ്ങിയ ഒരു വലിയ നിര തന്നെ, ഭക്തന്മാരുടെ വലിയൊരു നിര തന്നെ വിശുദ്ധ വേദപുസ്തകം നമുക്ക് വ്യക്തമായി വിളിച്ചറിയിക്കുന്നു. ആകയാൽ പ്രാർത്ഥിച്ചവരാരും തകർന്നു പോയിട്ടില്ല എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ. ആകയാൽ നാം ഓരോരുത്തരും ഇന്ന് വൈകിയ വേളയിൽ നാം ചിന്തിക്കേണ്ടത്, പ്രാർത്ഥന എന്ന മതിൽ കെട്ടിയവരാണോ നാം ഓരോരുത്തരും? പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഹല്ലേലൂയ ബലമാണെന്നുള്ളത് മറന്നു പോകരുത് സ്നേഹിതരെ. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന നങ്കൂരം കുറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, വിശ്വാസ കപ്പലിൽ ഒരു കുറവ് സംഭവിച്ചു എന്നത് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് മറ്റൊരു പോയിന്റിലേക്ക് ഞാൻ കടന്നു പോകുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. വചനം എന്ന നങ്കൂരം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനം എന്ന നങ്കൂരം. സങ്കീർത്തനം 119ന്റെ 92ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നിന്റെ ന്യായപ്രമാണം എന്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ ഞാൻ എന്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഏത് പ്രതിസന്ധിയിലും നമ്മെ ഉറപ്പിച്ച് നിർത്തുന്നത് വചനമാണ്. ഹല്ലേലൂയ. നമുക്ക് കഷ്ടങ്ങൾ വരട്ടെ, പ്രയാസങ്ങൾ വരട്ടെ, പ്രതികൂലങ്ങൾ വരട്ടെ, സഹോദര സഹോദരി, നമ്മെ ഉറപ്പിക്കുന്നത് വചനമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കൊരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ, കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന ഒരു സഹോദരന് വേണ്ടി അല്ലെങ്കിൽ ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈ റോഡിലുള്ള സിസ്റ്റർ റോസ്ലിൻ സുരേഷ് ആവാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം മുഖം കണ്ടല്ല നാം പ്രാർത്ഥിക്കുന്നത്. പിന്നെയോ, പ്രൈസ് ദി ലോർഡ്, കർത്താവിന്റെ അതിവേഗത്തിലോടുന്ന ആ വചനമയച്ച് കർത്താവ് ആ രോഗത്തെ സൗഖ്യമാക്കുകയാണ് ചെയ്യുന്നത്. ആകയാൽ സ്നേഹ സഹോദരങ്ങളെ, നിങ്ങൾ ഏതെങ്കിലും രോഗത്താൽ ബാധിക്കപ്പെട്ട ഒരു വ്യക്തിയായി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നു എങ്കിൽ, കർത്താവിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു എങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് പകൽക്കാലം, പ്രൈസ് ദി ലോർഡ്, സഹോദരങ്ങളെ, വചനത്തിന്റെ മുൻപിൽ നിങ്ങളെ താഴ്ത്തി സമർപ്പിച്ച
പ്രാപിച്ചാൽ നിശ്ചയമായും നിങ്ങളിലുള്ള ഭയം, നിങ്ങളിലുള്ള രോഗം, നിങ്ങളിലുള്ള വ്യാധി നിങ്ങളെ വിട്ട് മാറിപ്പോകും. ഇത് ഹല്ലേലൂയ കർത്താവിന്റെ വചനം നമ്മെ വിളിച്ചറിയിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 38 ആണ്ട് കുളക്കരയിൽ കിടന്ന മനുഷ്യനെ കണ്ട് കർത്താവ് ചോദിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, കർത്താവ് തന്നെ ഇറങ്ങി വന്ന് ആ മനുഷ്യനോട് എന്താ ചോദിച്ചെന്നറിയാമോ? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നാ ചോദിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ 38 വർഷമാ കുളത്തിന്റെ കരയിൽ കിടക്കുന്നത്. ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ ഏതെങ്കിലും ഒരു രോഗി, ആരെങ്കിലും ഫസ്റ്റ് ഇറങ്ങുന്നവൻ അവൻ സൗഖ്യം പ്രാപിക്കുന്നു. എന്നാൽ 38 ആണ്ട് ഹല്ലേലൂയ ഒരു മനുഷ്യൻ കിടക്കുന്നു, അവന് സൗഖ്യമാക്കുവാൻ കഴിയുന്നില്ല. എന്താണെന്നറിയാമോ? അവൻ റെഡിയായി വരുമ്പോഴേക്കും ആരെങ്കിലും കുളത്തിൽ ഇറങ്ങിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് കർത്താവ് മനസ്സിലാക്കി. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, കർത്താവ് അവനോട് നേരിൽ വന്ന് ചോദിക്കുക, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അവൻ എന്താ പറഞ്ഞത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ, ഉണ്ട്. ആമേൻ. കർത്താവ് എന്താ പറഞ്ഞതറിയാമോ? നിന്റെ കിടക്കയെടുത്ത് നടക്കാം. ആമേൻ, ഹല്ലേലൂയ. അവൻ പറയുന്നത്, ആരെങ്കിലും എനിക്ക് മുൻപായി ഇറങ്ങുന്നു, കുഴിയിൽ അല്ലെ കുളത്തിൽ ഇറങ്ങുന്നു, പിന്നെ എനിക്ക് ഇറങ്ങുവാനായിട്ട് കഴിയുന്നില്ല എന്ന് അവൻ പറഞ്ഞത്. അവന്റെ ന്യായമായ ഒരു റീസണാ. ഒരു പക്ഷേ അവൻ പാരാലിസിസ് വന്നവനായിരിക്കാം, അവൻ എഴുന്നേറ്റ് നടക്കാത്ത ഒരു വ്യക്തിയാവാം. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, എന്നാൽ ഹല്ലേലൂയ അവന്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ നാസറനായ യേശുവിന് കഴിയും. 38 ആണ്ടാണാലും 100 വർഷമായാലും എന്റെ കർത്താവ് മനസ്സ് വെച്ചാൽ അടുത്ത സ്പോട്ടിൽ തന്നെ അവൻ രോഗം ഹല്ലേലൂയ അവനിൽ നിന്ന് അവൻ സൗഖ്യം പ്രാപിച്ചവനായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, കർത്താവ് പറഞ്ഞു, കിടക്കയെടുത്ത് നടക്കാം. അത്രേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, വചനം, ആ വചനത്തിന്റെ മുൻപിലാണ് നിങ്ങളും ഞാനും താണിരിക്കുന്നത്. ഒരു കഷ്ടങ്ങൾ വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ നാം എന്താ ചെയ്യുന്നത്? സാധാരണ ഓടിപ്പോയി വചനം വായിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്നേഹിത, നിങ്ങൾ വചനം വായിച്ച് ആ വചനത്തിലെ ഒന്ന് വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനോട് വലിയ സമാധാനം ഉണ്ടാകുന്നു. കർത്താവ് നിങ്ങളോട് വചനത്തിലൂടെ സംസാരിക്കും. ഹല്ലേലൂയ. ആകയാൽ ഏത് പ്രതിസന്ധിയിലും നമ്മെ ഉറപ്പിച്ച് നിർത്തുന്നത് കർത്താവിന്റെ തിരുവചനമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏത് നേരത്തും നാം എന്താ ചെയ്യേണ്ടത്? ഹല്ലേലൂയ. ദൈവജനമേ, വചനത്തെ വായിക്കുക, ധ്യാനിക്കുക, പഠിക്കുക, വചനത്തെ ചിന്തിക്കുക. കർത്താവ് ആ വചനത്തിലൂടെ തന്നെ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ഇടയായി തീരും. സഹോദരങ്ങളെ, സങ്കീർത്തനം 119 11 വാക്യം വായിക്കുമ്പോൾ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഹല്ലേലൂയ. സഹോദരി, ഹല്ലേലൂയ, നമ്മുടെ ആത്മീക ജീവിതത്തെ അത് ബാധിക്കും എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. ആകയാൽ എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, പ്രൈസ് ദി ലോർഡ്. നാം ചിന്തിച്ച വേദഭാഗത്തേക്ക് നമുക്കൊന്ന് തിരികെ വരാം പ്രിയരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നാം ചിന്തിച്ചത് 4 വിധമായ നങ്കൂരങ്ങളെ കുറിച്ചാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, 4 വിധമായ നങ്കൂരങ്ങളെ കുറിച്ചാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുള്ള 4 അവസ്ഥകൾ. നാം ആ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുവാൻ, ഈ മൂലയിൽ നിന്ന് രക്ഷപ്പെടുവാൻ, പ്രശ്നങ്ങളിൽ വിടുവിക്കപ്പെടുവാൻ, വിശ്വാസത്തിന്റെ പടക്, ഹല്ലേലൂയ, ദൈവജനമേ, ഹല്ലേലൂയ, ആ വിശ്വാസത്തിന്റെ പടകിൽ നിന്ന് നാം തകർന്നു പോകാതിരിക്കുവാൻ, അല്ലെങ്കിൽ പൗലോസ് സഞ്ചരിച്ചതുപോലെ സഞ്ചരിക്കുന്ന ആ കപ്പലിൽ 4 നങ്കൂരമിട്ട് അവർ ഉറപ്പിച്ചു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്നേഹിത, പ്രത്യാശ, സ്നേഹം, പ്രാർത്ഥന, വചനം, ഈ നങ്കൂരത്തിൽ ഏതെങ്കിലും കുറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ആത്മീക ജീവിതത്തെ അത് ബാധിക്കും എന്നത് തന്നെ നാം അറിഞ്ഞുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ഈ 4 നങ്കൂരങ്ങളെ ഉറപ്പിച്ചവരായി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഉറപ്പേറിയ ഒരു ജീവിതം നയിക്കുവാൻ സ്വർഗീയ പിതാവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ആകയാൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങളെ ഒന്ന് സമർപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? സ്നേഹിതരെ, കർത്താവ് വരാറായി. കർത്താവിന്റെ കാഹളത്തിന്റെ ധ്വനി കേൾക്കുന്ന സമയം അത് പ്രിയപ്പെട്ടവരെ മുൻപിലുണ്ട്. ആകയാൽ കാലങ്ങൾ ഇനി ഏറെയില്ല എന്ന് അറിഞ്ഞുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, കർത്താവ് നമ്മെ ഏൽപ്പിച്ച ദൗത്യം അത് ശരിയായ വിധത്തിൽ ചെയ്തു തീർപ്പാൻ, ആ താലന്തുകളെ ശരിയായ വിധത്തിൽ വ്യാപാരം ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു പഴയൊരു പാട്ടിന്റെ പിന്നെയും പാടാൻ പോകണമെന്ന് ചിന്തിക്കുമായിരിക്കും. ആദ്യത്തെ പാട്ട് അല്പം തെറ്റിപ്പോ എനിക്ക് പാടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒരു പാട്ടിന്റെ ലൈനിന്റെ, ഒരു പഴയ പാട്ടിന്റെ ഒരു ലൈൻ കൂടെ
പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തെങ്കിലേ മനസ്സ് ആറുകയുള്ളൂ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ പഴയ പാട്ടിന്റെ ചില ലൈനുകൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി, മഹത്വ നാമത്തെ കീർത്തിപ്പാനായി, ശക്തീകരിക്കാനി ആത്മാവിനായി. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വെച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. പൂർവപിതാക്കളാം അപ്പോസ്തലർ ദൂരവേ ദർശിച്ച് ഭാഗ്യദേശം, പൂർവപിതാക്കളാം അപ്പോസ്തലർ ദൂരവേ ദർശിച്ച് ഭാഗ്യദേശം, ആകയാൽ ഛേദമെന്നെണ്ണി ലാഭം, അന്യരൽ നെണ്ണി ലോകമാതി, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവ്, ഞങ്ങൾ കേട്ട വചനത്തിനായി അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നപ്പ. വചനം അങ്ങയുടേത് കർത്താവേ. ഈ കേട്ട വചനം എല്ലാവർക്കും അനുഗ്രഹമായി മാറിയെന്ന് വിശ്വസിക്കട്ടെ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുള്ള 4 നങ്കൂരങ്ങളെ കുറിച്ച് പ്രൈസ് ദി ലോർഡ് കർത്താവേ ഞങ്ങൾ ചിന്തിച്ചുവല്ലോ അപ്പ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രത്യാശ, സ്നേഹം, അതുപോലെ തന്നെ കർത്താവേ ഹല്ലേലൂയ, പ്രാർത്ഥന, വചനം എന്ന് പറയുന്ന 4 നങ്കൂരങ്ങളെ ഞങ്ങൾ അതിലേതെങ്കിലും ഒരു കുറവുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ അപ്പാ അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങ് ഞങ്ങളെ അത് കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിലുള്ള കുറവുകളെ അങ്ങ് ഉണർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവേറ്റവും ആസന്നമായിരിക്കുന്നു എന്ന് ഉള്ളക്ക സംഭവങ്ങളൊക്കെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരായി, പ്രത്യാശയുള്ളവരായി ദൈവസന്നിധിയിൽ കാണപ്പെടുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്കായി ജീവന് വെടിഞ്ഞ ആരംഭരക്ഷകന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ. റോസ് ഫാമിലിയുടെ FB പേജിൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ വചനം സംസാരിക്കുവാൻ കർത്താവ് അടിയൊരുക്കി തന്ന നല്ല സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വചനം കേട്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ അഡ്മിന്മാർക്കും മെമ്പേഴ്സിനും പ്രത്യേകിച്ച് ഒരു നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മാന്യ പ്രേക്ഷകർ എന്നെ വീക്ഷിച്ചു കൊണ്ടിരുന്നവർക്കും പ്രത്യേക നന്ദിയും സ്നേഹത്തെ അറിയിക്കട്ടെ. വചനം കേട്ടവർക്കും കേൾക്കുവാനുള്ളവർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ. റോസ് ഫാമിലി പ്രേയർ ഗ്രൂപ്പിന് അനുഗ്രഹിക്കപ്പെട്ട
ഒരു വാട്സപ്പ് ഓൺലൈൻ പ്രയർ ഗ്രൂപ്പ് ഉണ്ട് എന്നത് ഞാൻ ഈ സമയം അറിയിക്കുന്നു. പ്രൈസ് ലോർഡ് ദൈവമക്കളെ, 7 വർഷമായി നടത്തി വരുന്ന ഒരു ഓൺലൈൻ പ്രയർ ഗ്രൂപ്പാണ്. ഇന്ത്യക്ക് അകത്തു നിന്നും പുറത്തുനിന്നുമൊക്കെ എപ്പോഴും പ്രാർത്ഥനാ വിഷയങ്ങൾ വരുന്നതാണ്. അതുപോലെ തന്നെ അതിൽ 24 അവേഴ്സും പ്രാർത്ഥിക്കുന്ന അഡ്മിന്മാരുണ്ട്. അതുപോലെ തന്നെ ദൈവമക്കൾ ധാരാളം ദാസന്മാരുണ്ട് എന്നതും ഈ സമയം അറിയിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയമുള്ളവർ ദയവായി ഇതിൽ വരുന്ന സ്ക്രീനിൽ വരുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ വിഷയങ്ങൾ ഹല്ലേലൂയ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്നതും ഈ സമയം അറിയിക്കുന്നു. പ്രിയരത് മാത്രമല്ല, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ താല്പര്യപ്പെടുന്നവർ പ്രൈസ് ലോർഡ്, ഞങ്ങളുടെ റോസ് ഫാമിലിക്ക് ഒരു പേജുണ്ട്, ഗ്രൂപ്പുണ്ട്. പ്രിയപ്പെട്ടവർ, ഇതിലൊക്കെയും ആത്മീക ശുശ്രൂഷകൾ സജീവമായി നടന്നു വരുന്നു എന്നത് സന്തോഷത്തോടു കൂടി അറിയിക്കട്ടെ. മാത്രമല്ല, റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിന് ഒരു യൂട്യൂബ് ചാനലും കൂടെ ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ദൈവമക്കൾ, അവിടെയും വചനം കേൾക്കുവാൻ നിങ്ങൾക്ക് കഴിയും. അതുമാത്രമല്ല പ്രിയരെ, ഞങ്ങളുടെ സൂം സജീവമാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഗൂഗിൾ മീറ്റ് സജീവമാണ് എന്നതും ഞാൻ ഈ സമയം അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, ഹല്ലേലൂയ. അനേക ദാസന്മാർ എപ്പോഴും ഹല്ലേലൂയ, സഹോദരിമാർ വചന ശുശ്രൂഷയ്ക്ക് ഗാന ശുശ്രൂഷകളും ഒക്കെ നടക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഗ്രൂപ്പ് തന്നെയാണ് എന്നത് ഞാൻ ഈ സമയം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ലിങ്ക് വഴി നിങ്ങൾക്ക് വരാം എന്നത് ഞങ്ങൾ നിങ്ങളെ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ വരവ് സമീപമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ ഏൽപ്പിച്ച ഹല്ലേലൂയ ദൗത്യങ്ങൾ അത് വളരെ കൃത്യതയോടുകൂടി തന്നെ നാം ചെയ്തു തീർക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സന്നിധിയിൽ 4 നങ്കൂരങ്ങളാണ് നമുക്കുള്ളത്. പ്രൈസ് ദി ലോർഡ് ദൈവജനമേ, ഹല്ലേലൂയ. നാം അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യാശ, സ്നേഹം, പ്രാർത്ഥന, വചനം എന്ന് പറയുന്ന 4 നങ്കൂരങ്ങളെ കിടപിടിക്കുക, അല്ലെങ്കിൽ அதை ഫോളോ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, അതിലൊരു കുറവ് സംഭവിക്കാതെ നാം കർത്താവിന്റെ സന്നിധിയിൽ കാണപ്പെടുവാൻ സ്വർഗീയ പിതാവ് നാം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.